പ്രിയരെ, ബൈബിളിലൂടെ ഒരു തീർത്ഥാടനമെന്ന ബൈബിൾ പഠന പരമ്പരയുടെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ഏതാനും ചില എപ്പിസോഡുകളായി യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവിനെ കുരിശുമരണത്തിനു വേണ്ടി വിധിക്കുന്ന പീഡാസഹനത്തിൻ്റെ ആരംഭ രംഗങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 2 രംഗങ്ങളുടെ പഠനമാണ് നമ്മൾ അവസാനിപ്പിച്ചത്. പീലാത്തോസിൻ്റെ അരമനയ്ക്ക് പുറത്ത് കർത്താവിനെ കുരിശുമരണത്തിന് വിധിക്കാനായി കൊണ്ടുവന്ന് നിർത്തുന്നതും, പ്രത്തോറിയത്തിനകത്ത് അവൻ്റെ രാജത്വത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുമാണ് 2 രംഗങ്ങളിലായി നമ്മൾ കണ്ടത്. അതിൻ്റെ തുടർച്ചയാണ് ഈ രംഗത്ത് അല്ലെങ്കിൽ ഈ എപ്പിസോഡിൽ നമ്മൾ പഠിക്കാനായി ഉദ്ദേശിക്കുന്നത്. മൂന്നാം രംഗമാണ് നമ്മളിവിടെ കാണുക. 7 രംഗങ്ങളിലായിട്ടാണ് കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ ആരംഭത്തിൽ പീലാത്തോസിൻ്റെ അരമനയിൽ നടക്കുന്ന സംഭവങ്ങളെ യോഹന്നാൻ സുവിശേഷകൻ 18-ാം അധ്യായം 28-ാമത്തെ വാക്യം മുതൽ 19-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൻ്റെ വരെയുള്ള വചനഭാഗങ്ങളിലായി വിശദമായി പരാമർശിച്ചിരിക്കുന്നത്. ആ വചനഭാഗത്തെയാണ് നമ്മൾ 7ആയി തരംതിരിക്കുന്നത്. അതിൽ 3-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് 18-ാം അധ്യായത്തെ അവസാനത്തെ വാക്യങ്ങളാണ്. അത് 38b മുതൽ 40 വരെയുള്ള വചനങ്ങളാണ് എന്ന് മനസ്സിലാക്കാം. ആ വചനഭാഗം വ്യാഖ്യാനിക്കുന്നതിന് മുൻപ് നമുക്കതൊന്ന് വായിച്ചു കേൾക്കാം. എല്ലാവരും ബൈബിള് കൈകളിലെടുത്ത് എന്നോടൊപ്പം വായിക്കണമെന്ന് അഭ്യർത്ഥിക്കട്ടെ. ഇത് ചോദിച്ചിട്ട് അവൻ വീണ്ടും യഹൂദരുടെ അടുത്തേക്ക് ചെന്ന് അവരോട് പറഞ്ഞു, ഇവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. എന്നാൽ പെസഹാ ദിവസം ഞാൻ നിങ്ങൾക്ക് ഒരുവനെ സ്വതന്ത്രനാക്കി വിട്ടുതരുന്ന പതിവുണ്ടല്ലോ. അതിനാൽ യഹൂദരുടെ രാജാവിനെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരട്ടെ. ഈ മനുഷ്യനെ അല്ല, ബറാബാസിനെ എന്ന് അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ബറാബാസ് ആകട്ടെ കൊള്ളക്കാരനായിരുന്നു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായിക്ക് സ്തുതി. സഹോദരങ്ങളെ, ഇവിടെ 2 ചോയ്സ് പീലാത്തോസ് യഹൂദന്മാരുടെ മുമ്പിൽ വെക്കുക. യഹൂദരുടെ രാജാവായി കണക്കാക്കപ്പെടുന്ന യേശു കർത്താവിനെയാണോ ഞാൻ ഈ പെസഹാ തിരുനാളിൽ സ്വാതന്ത്ര്യം നൽകി മോചിപ്പിക്കേണ്ടത്, അതോ കൊള്ളക്കാരുടെ തലവനായ ബറാബാസ് എന്ന് വിളിക്കപ്പെടുന്ന കൊടും ക്രിമിനലായ മനുഷ്യനെയാണോ എന്ന് പീലാത്തോസ് ചോദിക്കുകയാണ്. കാരണം പീലാത്തോസിന് കർത്താവിൽ കുറ്റമൊന്നും കാണാൻ സാധിച്ചില്ല എന്ന കാരണത്താൽ അവനെ എങ്ങനെയെങ്കിലും അവനെ വിടുവിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് പീലാത്തോസ് ഈ ചോദ്യം യഹൂദന്മാരോട്, പുരോഹിതന്മാരോട് ചോദിക്കുന്നത്. പക്ഷേ അവരുടെ ചോയ്സ് എന്ന് പറയുന്നത്, യഹൂദന്മാരുടെ ഉത്തരം എന്ന് പറയുന്നത്, കൊടും ക്രിമിനലാണെങ്കിലും ബറാബാസിനെ മോചിപ്പിച്ചാൽ മതി. അതിനേക്കാൾ വലിയ കുറ്റമാണ് കർത്താവിൽ അവർ കാണുന്നത്, ആരോപിക്കുന്നത് എന്ന കാരണത്താൽ കർത്താവിനെ കൊല്ലണമെന്ന് അവർ ആവശ്യപ്പെടുകയും ബറാബാസിനെ വിമോചിപ്പിക്കണമെന്ന് അവർ പറയുകയും ചെയ്യുന്ന ഭാഗമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈശോയുടെ രാജത്വം ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടുന്ന, പീലാത്തോസിൻ്റെ വായിലൂടെ തന്നെ വരുന്ന വാക്കുകളിൽ നിന്നും പ്രഘോഷിക്കപ്പെടുന്ന വചനഭാഗമാണ് 3-ാം രംഗത്ത് നമ്മൾ കാണുന്നത്. ഇത് നടക്കുന്നത് വീണ്ടും കൊട്ടാരത്തിനു വെളിയിലാണ്. ഈശോയിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്നും പെസഹാ ദിവസം ഒരു തടവുകാരനെ വിട്ടുകൊടുക്കുന്ന പതിവനുസരിച്ച് യഹൂദരുടെ രാജാവായ ഈശോയെ വിട്ടുകൊടുക്കട്ടെയോ എന്നും പീലാത്തോസ് കൊട്ടാരത്തിന് പുറത്തിറങ്ങി അവരോട് പറയുന്നുണ്ട്. ഇതിലൂടെ പീലാത്തോസ് യഹൂദരുടെ മുമ്പിൽ ഈശോയുടെ രാജത്വം പ്രഖ്യാപിക്കുകയാണ് എന്ന് യോഹന്നാൻ്റെ സുവിശേഷ വീക്ഷണവും ദൈവശാസ്ത്ര ദർശനവും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യഹൂദരുടെ രാജാവായ യേശുവിനെ ഞാൻ വിമോചിപ്പിക്കട്ടെ എന്നാണ് പീലാത്തോസ് ചോദിക്കുന്നത്. അതിലൂടെ യേശുവിൻ്റെ രാജത്വം
ഉറക്കെ പ്രഖ്യാപിക്കപ്പെടുന്നു ഈ ലോകത്തിലെ ഭരണാധികാരികളിൽ ഒരുവനായ പീലാത്തോസിൻ്റെ വാക്കുകളിലൂടെ. എന്നാൽ യഹൂദർ ഈ മനുഷ്യനെ അല്ല, കൊള്ളക്കാരനായ ബറാബാസിനെയാണ് വേണ്ടത് എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നതായി നമ്മളിപ്പോൾ വായിച്ചു കേട്ട 18-ാം അധ്യായത്തിൻ്റെ 38b മുതൽ 40 വരെയുള്ള വചനഭാഗങ്ങളിൽ കാണുകയാണ്. ഇപ്രകാരം പീലാത്തോസിനാൽ പ്രഖ്യാപിക്കപ്പെട്ട ഈശോയുടെ രാജത്വം യഹൂദരാൽ തിരസ്കരിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട പ്രതിപാദ്യമെന്ന് പറയുന്നത്. പീലാത്തോസ് കർത്താവ് യഹൂദന്മാരുടെ രാജാവാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ, അല്ല അവൻ ഞങ്ങളുടെ രാജാവല്ല, അവനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് കർത്താവിനെ തിരസ്കരിക്കുന്ന യഹൂദജനം, ഈശോയുടെ രാജത്വവും മെസ്സിയാനികതയും യഹൂദരുടെ പ്രതീക്ഷയ്ക്ക് അനുസൃതമായിരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. കാരണം യഹൂദന്മാർക്ക് കർത്താവിനെ മിശിഹായായി അംഗീകരിക്കാനോ സ്വീകരിക്കാനോ സാധിക്കുന്നില്ല. ഒരു രാഷ്ട്രീയ വിമോചകനെയാണ് യഹൂദർ പ്രതീക്ഷിച്ചിരുന്നത് എന്നുള്ളത് വ്യക്തമാണ്. രാഷ്ട്രീയമായ വിമോചകൻ വന്ന് അവൻ ഭരണം നേടുകയും ഭരിക്കുകയും ചെയ്യുന്ന രാജാവായി മാറുമെന്നുള്ള യഹൂദന്മാരുടെ പ്രതീക്ഷയെയാണ് കർത്താവ് അസ്ഥാനത്താക്കിയത്. അതിനാലാണ് അവർ ഈശോയെ തിരസ്കരിച്ച് ബറാബാസിനെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നതിൻ്റെ കാരണമെന്നും നമുക്ക് മനസ്സിലാകും. സഹോദരങ്ങളെ, ഈശോ നിരപരാധിയാണ് എന്നറിഞ്ഞിട്ടും ഇതൊരു സത്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ടും ആ സത്യത്തെ സ്വീകരിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും പീലാത്തോസ് പരിശ്രമിച്ചു എങ്കിലും ആത്യന്തികമായി അവനെ കൊണ്ടതിന് സാധിച്ചില്ല എന്നുള്ളതാണ് പീലാത്തോസ് ചെയ്ത തെറ്റ് എന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം സത്യത്തിൽ നിന്നുള്ളവൻ എൻ്റെ സ്വരം കേൾക്കുന്നു എന്ന ഈശോയുടെ വാക്കുകൾ പീലാത്തോസിന് ഒരു വെല്ലുവിളിയായിരുന്നു. അവൻ സത്യമല്ല ചെയ്യാൻ പോകുന്നത് എന്നറിഞ്ഞ കർത്താവാണ് അവനോട് പറയുന്നത്, സത്യത്തിൽ നിന്നുള്ളവൻ എൻ്റെ സ്വരം കേൾക്കുന്നു, എന്നാൽ നീ സത്യത്തിൽ നിന്നുള്ളവനല്ല എന്ന് പീലാത്തോസിനോട് ഈശോ മുഖത്ത് നോക്കി പറയുകയാണ്. ആ വെല്ലുവിളി സ്വീകരിക്കാൻ പീലാത്തോസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. തൻ്റെ സ്ഥാനമാനങ്ങൾക്ക് കോട്ടം സംഭവിക്കാമെന്ന ആശങ്കയായിരിക്കണം പീലാത്തോസിനെ ഭരിച്ചത് എന്ന് നമ്മൾ കരുതേണ്ടി വരും. അധികാരങ്ങളുള്ളവർ, സ്ഥാനമാനങ്ങളുള്ളവർ അവ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു. അതിനുവേണ്ടി എന്തു കുതന്ത്രങ്ങളും ചെയ്യുന്നു. അതിനുവേണ്ടി സത്യത്തെ പോലും തമസ്കരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്ന കാര്യം. അതുകൊണ്ടാണ് ഈശോയെയും ബറാബാസിനെയും വെച്ച് വിലപേശാൻ പീലാത്തോസ് തയ്യാറായത് എന്ന് നമ്മൾ കരുതേണ്ടി വരും. ഇതൊരു വിലപേശലാണ്. 2 ചോയ്സ് അവരുടെ മുൻപിൽ വെക്കുകയാണ്. പെസഹ ദിവസം ഒരു തടവുകാരനെ വിട്ടുകൊടുക്കുന്ന പതിവിൻ്റെ മറവിൽ ഈശോയെ രക്ഷിക്കാനായി പീലാത്തോസ് പരിശ്രമിച്ചു എങ്കിലും ആ ശ്രമം പരാജയപ്പെട്ടു എന്ന കാരണത്താൽ പിന്നീട് അവൻ അതിന് മുതിരുന്നില്ല എന്നുള്ളതാണ് പീലാത്തോസ് ചെയ്ത കുറ്റമെന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. ബറാബാസിന് പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നില്ല എന്നുള്ളതും ഇവിടെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ബറാബാസിനെ മോചിപ്പിക്കാൻ യഹൂദന്മാർ അലമുറയിട്ടുകൊണ്ട് പറയുന്നുണ്ട്. പക്ഷേ അവൻ്റെ മോചനശേഷം എന്തു സംഭവിച്ചു എന്ന് യോഹന്നാൻ സുവിശേഷകൻ പറയുന്നില്ല. കാരണം ബറാബാസ് യോഹന്നാൻ്റെ ഊന്നലല്ല. യോഹന്നാൻ്റെ ഊന്നൽ കർത്താവിൻ്റെ കുരിശുമരണമാണ്, അവൻ്റെ മഹത്വീകരണമാണ്. അതുകൊണ്ട് തന്നെയും പ്രിയ സഹോദരങ്ങളെ, പിന്നീട് ബറാബാസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ബറാബാസിൻ്റെ മോചനത്തെപ്പറ്റി പറയുന്ന ഒരു ഭാഗം മർക്കോസ് 15-ാം അധ്യായത്തിൻ്റെ 15-ാം തിരുവചനത്തിലുണ്ട്. ആ വചനഭാഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ക്രീനിൽ എഴുതിയിട്ടിട്ടുമുണ്ട്. അത് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. വചനം ഇങ്ങനെയാണ്: പീലാത്തോസ് ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്താൻ തീരുമാനിച്ചുകൊണ്ട് ബറാബാസിനെ അവർക്ക് വിട്ടുകൊടുക്കുകയും ഈശോയെ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ചതിന് ശേഷം ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് മർക്കോസ് 15-ാം അധ്യായം 15-ാം തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇവിടെ പീലാത്തോസ് ചെയ്ത കുറ്റം എന്താണെന്നുള്ളത് വ്യക്തമാണ്. ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്താൻ അവൻ പരിശ്രമിച്ചു. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും
ജനാധിപത്യ രാജ്യത്ത് സംഭവിക്കുന്ന ഒരു അപകടം എന്ന് പറയുന്നത് 50% വരുന്നവരുടെ സ്വരം ജനത്തിൻ്റെ മുഴുവൻ സ്വരമാണ് എന്ന് ഗണിക്കേണ്ടി വരുന്ന ഭൂരിപക്ഷ സ്വരത്തിന് കാതോർക്കേണ്ടി വരുമ്പോൾ ഭരണാധികാരികൾ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു രാഷ്ട്രത്ത് ബാക്കിയുള്ളവരുടെ സ്വരം കേൾക്കപ്പെടാതെ പോകുന്നു എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് എന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഒരു കോഅലീഷൻ ഗവൺമെൻറ് ഒക്കെ വരുമ്പോൾ, കോഅലീഷൻ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു പാർട്ടിയല്ല, പാർട്ടികളുടെ ഒരു വലിയ വിഭാഗം ഒരുമിച്ച് ഒത്തിരിയേറെ പാർട്ടികൾ ചേർന്ന് ഒരു സംവിധാനമുണ്ടാക്കി ആ സംഘടനാ സംവിധാനത്തിൽ കോമൺ മിനിമം പ്രോഗ്രാമിൻ്റെ വെളിച്ചത്തിൽ രാജ്യഭരണം നടക്കുമ്പോൾ പലപ്പോഴും പ്രിയപ്പെട്ടവരെ ഭൂരിപക്ഷം പോലും വേണമെന്നില്ല ഭരിക്കുന്ന പാർട്ടിക്ക് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത ഒളിഞ്ഞിരിക്കുന്നത്. കുറേ അധികം പാർട്ടികൾ ചേർന്ന് ഒരുമിച്ച് ഒരു സംഘടനാ സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് ഭരിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഭരിക്കുന്ന പാർട്ടിക്ക് 50%-ലധികം ഭൂരിപക്ഷം ഉണ്ടാകണമെന്നില്ല. അവരോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ചേർന്ന് ആ ഒരു അംഗബലം ഉണ്ടായാൽ മതി എന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ കാണേണ്ടുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയും ഇപ്രകാരം ജനക്കൂട്ടത്തെ പ്രീതിപ്പെടുത്തിക്കൊണ്ടേ ഭരണാധികാരികൾക്ക് ഭരണം നടത്താൻ സാധിക്കൂ എന്നുള്ള ഒരു പ്രശ്നം ഇപ്രകാരമുള്ള ജനാധിപത്യ രാജ്യങ്ങൾക്ക് ഒരു പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെയും വിടുതലിനു ശേഷം പിന്നീട് ബറാബാസിനെ പറ്റി യോഹന്നാൻ നിശബ്ദനാകുന്നതിൻ്റെയും കാരണം അവൻ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായി വരുന്നില്ല എന്ന കാരണത്താലാണ്. പക്ഷെ പറയപ്പെടുന്ന വാക്കുകളിൽ നിന്നും കൊടും ക്രിമിനലാണ് എന്നും കുറ്റവാളിയാണെന്നും കൊള്ളക്കാരനായിരുന്നു ബറാബാസ് എന്നുമുള്ളത് വ്യക്തമാണ്. അങ്ങനെ ഒരു മനുഷ്യനെ ഞങ്ങൾക്ക് തന്നാൽ മതി, എന്നാലും ക്രിസ്തുവിനെ ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളതാണ് യഹൂദന്മാർ ഇതിലൂടെ പറയുന്നത്. ഈ പശ്ചാത്തലത്തിൽ ബറാബാസിനെ പറ്റി പല കഥകളും പിന്നീട് ചമയ്ക്കപ്പെട്ടതായി ചില പാരമ്പര്യങ്ങളിലൊക്കെയും നമ്മൾ കാണുന്നുണ്ട്. അപ്രകാരമുള്ള ചില പരാമർശങ്ങളിലൊന്ന് ബറാബാസിൻ്റെ മാനസാന്തരത്തെക്കുറിച്ചുള്ളൊരു പരാമർശമാണ് കേട്ടോ. തടവറയിൽ നിന്നുള്ള മോചനം ഈശോയിലൂടെയാണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കിയ ബറാബാസ് അവിടുത്തെ പിന്നീട് അനുധാവനം ചെയ്തു എന്നും കാൽവരിയിൽ തൻ്റെ സ്ഥാനത്ത് കുരിശു തറയ്ക്കപ്പെട്ട ഈശോയുടെ മരണം ബറാബാസിൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു എന്നും അതിൻ്റെ ഫലമായി ബറാബാസ് തൻ്റെ ചെയ്തികളെക്കുറിച്ച് അനുതപിക്കുകയും മിശിഹായുടെ അനുഗാമികളിൽ ഒരുവനായി തീരുകയും ചെയ്തു എന്നുമുള്ള ഒരു പാരമ്പര്യം നിലവിലുണ്ട്. വാസ്തവമാണോ അല്ലയോ എന്നുള്ളത് ഡിബേറ്റബിൾ ആണ്. നമുക്ക് കൃത്യതയോടുകൂടെ പറയാൻ സാധിക്കുന്ന കാര്യമല്ല എന്നുള്ളത് ഓർമ്മപ്പെടുത്തട്ടെ. ഇപ്രകാരമുള്ള പരാമർശങ്ങൾ ശരിയോ തെറ്റോ ആയിരിക്കാം, നമുക്കറിയില്ല. എന്തായാലും ഇങ്ങനെ ഒരു പാരമ്പര്യം നിലവിലുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. എനിക്ക് വേണ്ടി കൊള്ളക്കാരനായ, കള്ളനായ, അല്ലെങ്കിൽ നിയമപരമായി ശിക്ഷ അനുഭവിക്കേണ്ട എനിക്ക് വേണ്ടി നിഷ്കളങ്കനും നീതിമാനുമായ ക്രിസ്തു മരിച്ചല്ലോ എന്ന ചിന്ത ബറാബാസിന് അനുതാപത്തിന് കാരണമായി എന്നും അവൻ അനുതപിച്ച് കർത്താവിനെ അനുകരിക്കുന്നവനായി തീർന്നു എന്നുമുള്ള പരാമർശവും പാരമ്പര്യവുമാണ് ഒരു പാരമ്പര്യമായി അവതരിപ്പിക്കപ്പെട്ട് കാണുന്നത്. എന്നാൽ ഒന്ന് തീർച്ചയാണ്, ഈശോ മരിച്ചത് ബറാബാസിനു വേണ്ടി കൂടിയാണ്. ബറാബാസിന് വേണ്ടിയാണെന്നോ അവന് പകരമാണെന്നോ അല്ല, മറിച്ച് ബറാബാസിന് വേണ്ടി കൂടി ഈ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും വേണ്ടിയാണ് കർത്താവ് ബലിയായി തീർന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയും വിശുദ്ധ പൗലോസിൻ്റെ പ്രസ്താവനയെ ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവമാണിത്. പൗലോസ് ശ്ലീഹ ഗലാത്തിയായിലെ സഭയ്ക്ക് എഴുതുന്ന ഒരു വചനമുണ്ടല്ലോ, 2-ാം അധ്യായത്തിൻ്റെ 20-ാം വചനം. സ്ക്രീനിൽ നിങ്ങൾക്ക് ആ വചനം കാണാനും സാധിക്കും. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ് എന്ന് പൗലോസ് ശ്ലീഹ ഗലാത്യർ 2:20 കൃത്യമായി പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ
എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം, ഈ ലോകത്തുള്ള ജീവിതം, എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ തൻ്റെ തന്നെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന വചനഭാഗമാണ് നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെയും പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക, യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം അവസാനിക്കുന്നത് പീഡാനുഭവ വിവരണങ്ങളുടെ ആദ്യത്തെ 3 രംഗങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ്. അവിടെ ഒന്നാമതായി കർത്താവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ചുള്ള സൂചന നൽകപ്പെടുന്നുണ്ട് എങ്കിൽ, രണ്ടാമത്തെ ഭാഗത്ത് കർത്താവിൻ്റെ രാജത്വത്തെക്കുറിച്ചുള്ള പരാമർശമാണെങ്കിൽ, മൂന്നാമത്തെ രംഗത്ത് പീലാത്തോസ് തന്നെയും കർത്താവ് യഹൂദന്മാരുടെ രാജാവാണ് എന്ന് പ്രഖ്യാപിക്കുകയും ബറാബാസിനെ വിട്ടയക്കണമെന്ന് കർത്താവിന് പകരമായി യഹൂദജനം ആർത്തട്ടഹസിച്ചുകൊണ്ട് വിളിച്ചു പറയുകയും ചെയ്യുന്ന വചനഭാഗമാണ് 3-ാം രംഗത്ത് നമ്മൾ കാണുന്നത്. അതോടുകൂടിയാണ് 18-ാം അധ്യായം അവസാനിക്കുന്നത്. 19-ാം അധ്യായത്തിൽ നമ്മൾ 4-ാം രംഗമാണ് കാണുന്നത്. 7 രംഗങ്ങളുണ്ട് എന്ന് പറഞ്ഞല്ലോ. അതിൽ 4-ാം രംഗം എന്ന് പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ്. ആ വചനഭാഗം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ബൈബിള് കൈകളിൽ കരുതിയിരിക്കുന്ന എല്ലാവരും എന്നോടൊപ്പം ഈ വചനഭാഗം വായിക്കണേ. പീലാത്തോസ് യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ചു. പടയാളികൾ ഒരു മുൾക്കിരീടമുണ്ടാക്കി അവൻ്റെ തലയിൽ വെച്ചു. ഒരു ചെമ്മന്ന മേലങ്കി അവനെ അണിയിച്ചു. അവർ അവൻ്റെ അടുക്കൽ വന്ന്, യഹൂദരുടെ രാജാവേ സ്വസ്തി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ കരണത്തടിച്ചു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായിക്ക് സ്തുതി. പ്രിയപ്പെട്ടവരെ, കർത്താവ് കടന്നു പോകുന്ന പീഡാസഹനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്ര ബിന്ദു എന്ന് പറയാം. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങളിൽ കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ 4-ാം രംഗമായി യോഹന്നാൻ അവതരിപ്പിക്കുന്ന 3 വാക്യങ്ങളാണ് യോഹന്നാൻ 19, 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ഈ രംഗം സംഭവിക്കുന്നത് പീലാത്തോസിൻ്റെ കൊട്ടാരത്തിനകത്താണ്. ഈശോയുടെ രാജത്വം പ്രതീകാത്മകമായി പ്രഖ്യാപിക്കപ്പെടുന്ന വചനഭാഗമായി നമുക്കിതിനെ കാണാനായി സാധിക്കും. പീലാത്തോസിന് മുമ്പിൽ ഹാജരാക്കപ്പെട്ട ഈശോ നേരിടേണ്ടി വന്ന റോമൻ വിചാരണയുടെ 2-ാം ഭാഗമാണ് 19-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വചനഭാഗം പൂർത്തിയാകുന്നത് 16-ാം വാക്യത്തിൻ്റെ എ വരെയുള്ള വചനഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴാണ്. അവിടെയാണ് 7-ാമത്തെ രംഗം പൂർത്തിയാകുന്നത്. അതുകൊണ്ട് തന്നെയും ഈ ഭാഗത്ത് ഈശോ വിചാരണ ചെയ്യപ്പെടുക മാത്രമല്ല, സഹനത്തിൻ്റെ വിവിധ തലങ്ങളിലൂടെ കടന്നു പോകേണ്ടിയും വരുന്നു എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. കർത്താവ് കടന്നു പോകുന്ന സഹനത്തിൻ്റെ വിവിധങ്ങളായ മേഖലകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യോഹന്നാൻ 19-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ അവ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ ചമ്മട്ടി കൊണ്ട് അടിപ്പിക്കപ്പെടുന്നു, മുൾക്കിരീടം ധരിപ്പിക്കപ്പെടുന്നു, പരിഹസിക്കപ്പെടുന്നു, കുരിശിൽ തറയ്ക്കാനായി വിട്ടുകൊടുക്കപ്പെടുന്നു. ഇപ്രകാരം 4 കാര്യങ്ങളാണ് ഈ 3 വാക്യങ്ങളിലായി കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കുന്ന, വേദനയുളവാക്കുന്ന കാര്യങ്ങളായി സംഭവിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ, പീലാത്തോസ് തന്നെ ഈശോയെ ചമ്മട്ടി കൊണ്ട് അടിപ്പിക്കുകയാണ്. അവൻ നീതിമാനാണ് എന്ന് മനസ്സിലാക്കിയിട്ടും ജനക്കൂട്ടത്തിൻ്റെ ആരവങ്ങൾക്ക് വശംവദരായി അതിനനുസരിച്ച് കൊണ്ട് തീരുമാനമെടുക്കുന്ന ഒരു ഭരണാധികാരി ഒരു രാജ്യത്തിനും ഭൂഷണമല്ല എന്ന് തിരിച്ചറിയുക. ജനക്കൂട്ടമല്ല, നീതിയും ന്യായവുമാണ് ഏതൊരു ഭരണാധികാരിയെയും മുൻപോട്ട് നയിക്കേണ്ടത്. അതുകൊണ്ട് അവൻ അകാരണമായി ചമ്മട്ടിയടി ഏൽപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കുറ്റം ചെയ്യാത്ത കർത്താവ് കുറ്റവാളിയായി ഗണിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, ശിക്ഷിക്കപ്പെടുന്നു എന്നുള്ളതും ഒരു പ്രശ്നമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തേത്, അവർ തന്നെയും ഒരു മുൾക്കിരീടം കൊണ്ടുവന്ന് കർത്താവിൻ്റെ തലയിൽ വെക്കുകയാണ്. എന്തിനാ മുൾക്കിരീടം കർത്താവിൻ്റെ തലയിൽ വെക്കുന്നതെന്നറിയാവോ? അവൻ രാജാവാണെന്നും
അവൻ സ്വയം രാജാവായി തന്നെ പ്രഖ്യാപിച്ചവനാണ് എന്നും, അതുകൊണ്ട് കിരീടമുള്ളവനല്ലേ രാജാവ്, അതുകൊണ്ട് നിനക്ക് കിരീടമില്ലാത്തത് കൊണ്ട് ഞങ്ങളൊരു മുൾക്കിരീടം ഉണ്ടാക്കി നിന്റെ തലയിൽ വെച്ചുകൊണ്ട് നീ രാജാവാണ് എന്നുള്ള നിന്റെ പ്രസ്താവനയെ അപമാനിക്കാൻ, അപഹസിക്കാൻ വേണ്ടിയിട്ടാണ് മുൾക്കിരീടം കർത്താവിൻ്റെ തലയിൽ കൊണ്ടുവന്ന് ചാർത്തിയത്. മൂന്നാമതായി അവർ ചെയ്തത് എന്താണ്? അവർ ഈശോയെ പരിഹസിക്കുകയാണ്. യൂതന്മാരുടെ രാജാവാണെന്ന് സ്വയം പറഞ്ഞ് അവരോധിച്ച കർത്താവിനെ അവർ പരിഹസിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്ന കാര്യം. അപമാനങ്ങൾക്ക് വിധേയനാകുന്ന കർത്താവിനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മളിവിടെ കാണുന്നത്. അവസാനം കുരിശിൽ മരിക്കാൻ വേണ്ടി കർത്താവിനെ പീലാത്തോസ് വിട്ടുകൊടുക്കുന്ന രംഗവും കാണുന്നുണ്ട്. ഇതുവഴിയായി നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? നീതിമാനായ നിഷ്കളങ്കമായ രക്തത്തെ ജനക്കൂട്ടത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് മാത്രമായി തീരുമാനമെടുത്ത് വിധി പ്രസ്താവിച്ച് പീലാത്തോസ് എന്നുള്ള ഭരണാധികാരി കർത്താവിനെ മരണശിക്ഷയ്ക്ക് വിധിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇതിലൂടെ പഴയ നിയമത്തിൽ പ്രവചിക്കപ്പെട്ട സഹനദാസൻ്റെ ചിത്രം ഈശോയിൽ അന്വർത്ഥമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. സഹനദാസനായി കർത്താവിനെ യോഹന്നാൻ സുവിശേഷകൻ അവതരിപ്പിക്കുന്നുണ്ട്. ഈശോയുടെ പീഡാനുഭവം ആദിമസഭ മനസ്സിലാക്കിയത് പഴയ നിയമലിഖിതങ്ങളിലൂടെയാണ് എന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ടാണ് യെശയ്യായുടെ പ്രവചനത്തിൽ സഹനദാസനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നമ്മൾ കാണുന്നത്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് ഉദ്ധിതനായ ഈശോ നിയമത്തിൻ്റെയും പ്രവാചകന്മാരുടെയും വെളിച്ചത്തിൽ തൻ്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും പൊരുൾ മനസ്സിലാക്കി കൊടുത്തതും ഇത്തരുണത്തിൽ പഴയ നിയമ വായനകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് എന്ന് നമുക്കറിയാമല്ലോ. എമ്മാവൂസിലേക്ക് പോകുന്ന 2 ശിഷ്യന്മാരെക്കുറിച്ച് നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ടല്ലോ. അവരോട് കർത്താവ് സംസാരിച്ചുകൊണ്ട് പഴയ നിയമം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെയാണ് നിയമത്തിലൂടെയും പ്രവാചക ഗ്രന്ഥങ്ങളിലൂടെയും കർത്താവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പീഡാനുഭവ മരണ ഉത്ഥാനത്തിൻ്റെ പൊരുളുകൾ കർത്താവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ആദിമ സഭയുടെ പീഡാനുഭവത്തെ മനസ്സിലാക്കിയതിൻ്റെ ഒരു പ്രതീകമായി ഇതിനെയും കാണാൻ സാധിക്കുമെന്ന് ഇത്തരുണത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അവിടുത്തെ പീഡാനുഭവവും മരണവും ഉയിർപ്പും ശരിയാം വിധം സഭ മനസ്സിലാക്കിയത് പഴയ നിയമങ്ങളുടെ പശ്ചാത്തലത്തിലാണ് എന്നും, പഴയ നിയമത്തിൽ വരാനിരിക്കുന്ന ദൈവപുത്രൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ പരാമർശങ്ങൾ പ്രവാചക ഗ്രന്ഥങ്ങളിൽ, പ്രത്യേകിച്ച് യെശയ്യായുടെ പ്രവചന ഗ്രന്ഥത്തിലുണ്ട് എന്നുള്ളതും പരാമർശന വിധേയമാണ് എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. നമ്മൾ അതോടൊപ്പം തന്നെയും സങ്കീർത്തനങ്ങൾ 22-ാം അധ്യായത്തിൽ വിവരിക്കുന്ന നീതിമാനെക്കുറിച്ചുള്ള വചനഭാഗങ്ങൾ ഇതിനെ കൃത്യമായ പഴയ നിയമ ഗ്രന്ഥഭാഗമാണ്. യെശയ്യായുടെ പ്രവചനം 50-ാം അധ്യായത്തിലും 52-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 53 വരെയുള്ള വചനങ്ങളിലും അവതരിപ്പിക്കപ്പെടുന്ന സഹനദാസൻ, സഫറിങ് സെർവൻറ്റ് എന്നുള്ള പരാമർശവും പ്രിയപ്പെട്ടവരെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിലുള്ള നീതിമാനെക്കുറിച്ചുള്ള പരാമർശവും 2, സഹനദാസനെക്കുറിച്ചുള്ള യെശയ്യായുടെ പ്രവചന ഗ്രന്ഥത്തിലെ 2 അധ്യായങ്ങളിലായുള്ള പ്രവചനങ്ങളും നമുക്കിവിടെ മനസ്സിലാക്കാനായി സാധിക്കും. യെശയ്യ 50-ാം അധ്യായത്തിലും തുടർന്ന് 52-ാം അധ്യായത്തിലും സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് പോലെ 50-ാം അധ്യായം തുടർന്ന് 52-ാം അധ്യായം 13 മുതൽ 53 വരെയുള്ള വാക്യങ്ങളിലും സഹനദാസനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ പ്രവചന രൂപേണ നൽകപ്പെട്ടിട്ടുണ്ട്. ഈ ചിത്രങ്ങളാണ് ഈശോയുടെ പീഡാനുഭവത്തെ അവതരിപ്പിക്കാൻ ആദിമസഭയ്ക്ക് നിർണായകമായി തീർന്നത് എന്നുള്ളതും ഇവിടെ പരാമർശ വിധേയമാണ് എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. അതുകൊണ്ട് തന്നെയും സഹോദരങ്ങളെ, ഞാനും നിങ്ങളുമൊക്കെ കർത്താവിനെ സ്വീകരിക്കുമ്പോൾ പീലാത്തോസ് കൊട്ടാരത്തിനകത്ത് പ്രവേശിച്ച് ഈശോയെ ചമ്മട്ടി കൊണ്ടടിക്കാൻ പടയാളികളെ ഏൽപ്പിച്ചു എന്നതും, പടയാളികൾ ചമ്മട്ടി കൊണ്ടടിക്കുകയും ഒരു മുൾക്കിരീടമുണ്ടാക്കി ഈശോയുടെ തലയിൽ വയ്ക്കുകയും ചെയ്തു എന്നുള്ളതും 19-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേട്ട 1-ാം വചനമാണ്. അവർ ഈശോയെ ചെമന്ന മേലങ്കി ധരിപ്പിക്കുകയും യഹൂദന്മാരുടെ രാജാവെ സ്വസ്തി എന്ന് പറഞ്ഞുകൊണ്ട്
കൈകൊണ്ട് അവനെ പ്രഹരിക്കുകയും ചെയ്തു എന്നും ഇവിടെ വീണ്ടും ഈശോയുടെ രാജ്യത്വം പ്രതീകാത്മകമായി പ്രഖ്യാപിക്കപ്പെടുകയാണ് എന്നതും അതോടൊപ്പം തന്നെ യഹൂദന്മാർ കർത്താവിനെ തിരസ്കരിക്കുന്നു എന്നുള്ളതും പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. പീലാത്തോസിൻ്റെ കൽപ്പന പ്രകാരം ചമ്മട്ടിയടിയേൽക്കുന്ന ഈശോ യേശയ്യായുടെ പ്രവചന ഗ്രന്ഥത്തിലെ സഹനദാസനാണ്. കാരണം യേശയ്യ കൃത്യമായി തന്നെ ഈ 50-ാം അധ്യായത്തിൻ്റെ 6-ാം തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്, അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും അവൻ കാണിച്ചു കൊടുത്തു, നിന്ദയിൽ നിന്നും തുപ്പലിൽ നിന്നും അവൻ മുഖം തിരിച്ചില്ല എന്നുള്ള സഹനദാസനെക്കുറിച്ചുള്ള വചനങ്ങൾ ഇവിടെ പ്രസ്താവ്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. അടിച്ചവരിൽ നിന്ന് അവൻ പുറം മാറ്റിക്കളഞ്ഞില്ല. താടിമീശ പറിച്ചവരിൽ നിന്ന് അവൻ കവിളുകളും തിരിച്ചില്ല എന്ന് പറഞ്ഞാൽ സഹനങ്ങൾക്ക് അവൻ വിധേയനാക്കി എന്നാണ് അർത്ഥം. ഈശോയുടെ പീഡാനുഭവം നേരിൽ കണ്ടതുപോലെയാണ് യേശയ്യാ പ്രവാചകൻ മുൻകൂട്ടി വിവരണം നൽകിയിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് യേശയ്യാ പ്രവാചകനെ 5-ാം സുവിശേഷകൻ എന്ന് ബൈബിൾ പണ്ഡിതന്മാർ വിളിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് കേട്ടോ. യേശയ്യായെക്കുറിച്ച് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് അവൻ 5-ാം സുവിശേഷകനാണ് എന്നുള്ളതാണ്. ഇപ്രകാരം തന്നെയും സഹനത്തിനും നിന്ദനത്തിനും മധ്യേ സ്നേഹം കൈവിടാതെ മുന്നോട്ട് നീങ്ങുന്ന ഈശോയെയാണ് പ്രിയപ്പെട്ടവരെ നമ്മളിവിടെ കാണുന്നത്. അവിടുത്തെ ജീവിതവും മരണവും ഒരു സ്നേഹ ബലിയർപ്പണമായിരുന്നുവെന്നും ദൈവത്തോടും സഹോദരങ്ങളോടുമുള്ള സ്നേഹമാണ് ഈ പരിഹാര ബലി അർപ്പിക്കുവാൻ അവിടുത്തെ പ്രേരിപ്പിച്ചത് എന്ന് മനസ്സിലാകുമ്പോഴാണ് കർത്താവിൻ്റെ ബലിയർപ്പണത്തിൽ ഞാനും നിങ്ങളും എന്തുമാത്രം വികാര വായ്പോടുകൂടെ പങ്കുകൊള്ളേണ്ടവരാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. സഹോദരങ്ങളെ, കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കും നിന്ദനങ്ങളുണ്ടാകും, പരിഹാസങ്ങളുണ്ടാകും, പീഡകളിലൂടെ കടന്നു പോകേണ്ടി വരും. സഹനങ്ങളെ രക്ഷാകരമാക്കാൻ കർത്താവ് സഹായിക്കട്ടെ.